സാക്ഷാൽ കെ കരുണാകരൻ്റെ മകളെ BJPക്ക് കൊടുത്തു. ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. അവരുടെ മുൻ മുഖ്യമന്ത്രിയും AICC നേതാവും ഇന്ത്യയിലെ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അധികായൻ എന്ന് പറയുന്ന സാക്ഷാൽ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയെ BJPക്ക് കൊടുത്തത്. അദ്ദേഹം ഇവരുടെ സോഷ്യൽ മീഡിയയുടെയും യുവജന വിഭാഗത്തിൻ്റെയും ഒക്കെ നേതാവായിരുന്നു. ഈ നമ്മുടെ കെ മുരളീധരൻ്റെ സഹോദരി കെ കരുണാകരൻ്റെ മകൾ എങ്ങനെയാണ് BJPയിലേക്ക് പോകുന്നത്? ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ വന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ നിന്ന് BJPയിൽ ചേർന്നിട്ടുണ്ട്. അങ്ങനെ കൂട്ടത്തോടെ കൊടുക്കുക. അങ്ങനെ കൂട്ടത്തോടെ കൊടുക്കുന്ന ഇവരെ കുറിച്ച് എന്ത് പറയാനാ? ഇനിയിപ്പോ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പട്ടിക പൂർത്തീകരിക്കാൻ പറ്റാത്തതെന്ന്. അതെ, അതുകൊണ്ടായിരിക്കും സുധാകരന്റെ വീട്ടിലേക്ക് ഇങ്ങനെ മാറിയും തിരിഞ്ഞും മുണ്ടിട്ടും മുണ്ടിടാതെയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ PK ശശിയെയും അതുപോലെ തന്നെ ഈ സുധാകരനെയും കുറിച്ചൊക്കെ എത്ര കാലമായി പറയാൻ തുടങ്ങി. PK ശശി ഞങ്ങളുടെ ഒരു പാർട്ടി മെമ്പർ മാത്രമല്ലേ? അങ്ങനെ എത്ര പാർട്ടി മെമ്പർമാരെ പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരുപാട് പേരെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. അവരൊക്കെ നിങ്ങൾ എടുത്തോ? അതിനാർക്കാ തർക്കം? അത് നിങ്ങൾക്കറിയില്ലേ അങ്ങനെയുള്ള ആളുകളുണ്ട് എന്നൊക്കെ? നേരത്തെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? ഇതൊക്കെ നേരത്തെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ പാർട്ടി മെമ്പറായിരിക്കുന്ന ഒരാൾ ഇപ്പോൾ നിങ്ങൾ മലമ്പുഴയിൽ നിർത്താൻ പോകുന്ന ആളെന്ന 13 വർഷമായി ഞങ്ങളെ പാർട്ടിയുമായിട്ട് ബന്ധമില്ല, ഞങ്ങളെ പാർട്ടി മെമ്പർഷിപ്പിൽ ഇല്ലാത്ത ഒരാളാണ്.